തൃശൂർ ചാലക്കുടിയെ ഞെട്ടിച്ചുകൊണ്ട് പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിന്ന് പട്ടാപ്പകൽ 15 ലക്ഷം രൂപ മുഖംമൂടി ധരിച്ചെത്തിയ പ്രതി കൊള്ളയടിച്ച സംഭവത്തിൽ വൻ ദുരൂഹത. ഇക്കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30 എത്തിയ മുഖംമൂടി ധരിച്ചെത്തിയ അജ്ഞാതൻ ബാങ്ക് മാനേജർ ബാബുവിനെയും പിയൂൺ ആളൂർ സ്വദേശി അരീക്കോട്ട് ടെജിയെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ബന്ദിയാക്കി ടോയ്ലറ്റിലിട്ട് ആദ്യം പൂട്ടിയെന്നും തുടർന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ബാക്കി 6 പേരെയും പൂട്ടിയിട്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വൻ കവർച്ച നടത്തിയതെന്നാണ് പറയുന്നത്. എന്നാൽ ഈ സംഭവത്തിൽ മോഷണം നടത്താൻ വന്ന പ്രതി ഒറ്റയ്ക്കാണ്. കൂടാതെ തോക്കോ വെടിയുണ്ടയോ ഒന്നും അദ്ദേഹത്തിന്റെ കൈകളിലില്ല. പ്രതി കത്തി വീശി കാണിക്കുക മാത്രമാണ് ചെയ്തത്. മാത്രമല്ല, നമ്മുടെ ഹിറ്റ്ലർ സിനിമയിൽ നടൻ സോമൻ പറയുന്നത് പോലെ ഒന്ന് ഉറക്കെ കരഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് നിലവിളിച്ചെങ്കിൽ ഇതൊന്നും തന്നെ ഈ ബാങ്കിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാ സാഹചര്യവും തനിക്ക് അനുകൂലമാക്കി തന്ന ബാങ്ക് ജീവനക്കാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം ഈ മോഷ്ടാവ് ഇത്തരത്തിലൊരു കവർച്ച അവിടെ നടത്തിയിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ക്യാഷ് കൗണ്ടറിൽ 45 ലക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ ഈ മോഷ്ടാവിന് അവന് വേണ്ടത് 15 ലക്ഷം മാത്രമാണ്. അത് മാത്രമേ എടുത്തു എന്നുള്ളതും ഈ കേസിൽ നിർണായകമാണ്. മാത്രമല്ല, ക്യാഷ് കൗണ്ടർ, ടോയ്ലറ്റ്, ഭക്ഷണം കഴിക്കുന്ന മുറി എല്ലാം വളരെ ചുരുക്കം നേരം കൊണ്ട് മനസ്സിലാക്കി കൃത്യം നടത്തി എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യമാകട്ടെ, എന്തുകൊണ്ടാണ് ഈ അക്രമിയെ ജീവനക്കാർ പ്രതിരോധിക്കാൻ ശ്രമിക്കാതിരുന്നത്? ഇതെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ആ മാനേജറോ അല്ലെങ്കിൽ പിയൂണിനോ ഇട്ട് നല്ല 4 പൊട്ടിച്ചു കഴിഞ്ഞാൽ സത്യം പോലെ പറയുമെന്നാണ് സോഷ്യൽ മീഡിയയും പറയുന്നത്. എന്തായാലും നമ്മുടെ കേരള പോലീസിനെ അടക്കം വട്ടം ചുറ്റിച്ചിരിക്കുകയാണ് ഈ അജ്ഞാതനായ പ്രതി. കൃത്യത്തിന് പിന്നാലെ പ്രതി രക്ഷപ്പെട്ടത് തൃശൂർ ഭാഗത്തേക്കെന്നായിരുന്നു പോലീസിന് ആദ്യം ലഭിച്ച വിവരങ്ങൾ. എന്നാൽ പോലീസിനെ വട്ടം ചുറ്റിച്ച് പ്രതി കടന്നു കളഞ്ഞതാകട്ടെ കൊച്ചിയിലേക്കെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ബാങ്കിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരു ആൾ തന്നെയാണ് ഇത്തരത്തിൽ മോഷണത്തിന് എത്തിയത് എന്ന സൂചനകൾ തന്നെയാണ് പോലീസിനുള്ളത്. അതായത് ബാങ്ക് കൊള്ള നടത്തിയത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാകാം എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ്. 20ലേറെ പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം ഇക്കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്തിരുന്നു എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. ഇതിൽ നിന്നാണ് പോലീസിനെ കബളിപ്പിക്കാൻ പ്രതി ശ്രമിച്ചുവെന്ന സൂചനകളടക്കം ലഭിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ അതിർത്തികളിലടക്കം നിരീക്ഷണം ശക്തമാക്കിയെന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. അതായത് നേരത്തെ നടത്തിയ തിരച്ചിലുകളിൽ ഒന്നും തന്നെ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പ്രതി സംസ്ഥാനം വിട്ടിട്ടുണ്ടാകുമെന്ന സംശയവും പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം 47 ലക്ഷം രൂപയുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് പ്രതി 15 ലക്ഷം രൂപ മാത്രം കൈക്കലാക്കിയെന്നതും പോലീസിനെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായി മാറുന്നു. വെറും 3 മിനിറ്റ് ഉണ്ടായിരുന്ന കവർച്ചയിൽ 8 സെക്കൻഡോളം മാത്രമായിരുന്നു ക്യാഷ് കൗണ്ടറിൽ പ്രതി ചിലവഴിച്ചത്. പരമാവധി പണം കവരാൻ ശ്രമിക്കുന്നതിന് പകരം 3 കെട്ടുകളിലായി 15 ലക്ഷം രൂപ മാത്രമാണ് പ്രതി കൈക്കലാക്കിയത്. ഇതെന്തുകൊണ്ടായിരിക്കാം എന്നതിന്റെ ഉത്തരമാണ് ഇനി കണ്ടെത്തേണ്ടത്. അതായത് മോഷണ സമയത്ത് പ്രതി ഹിന്ദി സംസാരിച്ചതും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനെന്ന സൂചനകൾ പുറത്തുവരുന്നു. അതായത് വളരെ ചുരുക്കം വാക്കുകളായിരുന്നു ഇയാൾ ഹിന്ദിയിൽ പ്രയോഗിച്ചത്. കൊള്ളയടിക്കുമ്പോൾ പരമാവധി പണം കൈക്കലാക്കുക എന്നതാണ് ഉത്തരേന്ത്യൻ സംഘങ്ങൾ ചെയ്യുന്ന രീതി. എന്നാൽ ഇതൊന്നും തന്നെ ചെയ്യാതെ ഇയാൾ വെറും 15 ലക്ഷം രൂപ മാത്രമേ അവിടുന്ന് എടുത്തിട്ടുള്ളൂ. അതിനാൽ തന്നെ പ്രതി മലയാളിയാകാം എന്ന നിഗമനത്തിലും പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രതി സഞ്ചരിച്ച വാഹനം കണ്ടെത്താൻ കഴിയാത്തതും അന്വേഷണത്തിൽ വലിയ വെല്ലുവിളി തന്നെയാണ്. വാഹനത്തിന്റെ നമ്പർ മനസ്സിലാക്കാൻ പോലും പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും CCTVകൾ ഒഴിവാക്കിയാണ് യാത്ര ചെയ്തിരിക്കുന്നത്. മോഷ്ടാവ് ഹിന്ദി സംസാരിച്ചതുകൊണ്ട് മലയാളി അല്ലാതാകണമെന്നില്ല എന്നും ഏതാണ്ട് 15 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടതെന്നുമാണ് മധ്യമേഖല DIG ഹരിശങ്കറും വ്യക്തമാക്കുന്നത്. ATMൽ നിന്ന് എടുത്തുവെച്ച പണമാണ് നഷ്ടമായിരിക്കുന്നതും കൂടുതൽ പണം ഉണ്ടായിട്ടും അത് എടുത്തില്ല എന്നതും ഇതിൽ പ്രത്യേകതയാണ്. ജീവനക്കാരുടെ സഹായം ഇതിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് പറയാനാകില്ല എന്നും എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ടെന്ന വിവരങ്ങളുമാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.